ഇന്നത്തെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്രയും നന്നായി ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. വലിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങൾ കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു 4 മണി പലഹാരമാണ് ഈ കല്ലുമ്മക്കായ് നിറച്ചത്. അപ്പോൾ മിക്സിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഒരു ചെറിയ ലൂസായ ഒരു പരുവത്തിൽ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഈ ചൂടൊക്കെ മാറിയതിനു ശേഷം ഒന്നങ്ങ് തുറന്നെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിന്റെ വെള്ളമൊക്കെ നന്നായി ഈ മാവ് വലിച്ചെടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇടിയപ്പത്തിന്റെ പൊടി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കണം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവുന്നത് വരെ നമുക്ക് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പൊ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച് നമ്മുടെ ഈ കല്ലുമ്മക്കായിലേക്ക് ഈ മാവ് നമുക്ക് ഇതുപോലെ നിറച്ചു കൊടുക്കാം. അപ്പൊ കല്ലുമ്മക്കായുടെ ഷെല്ല് നന്നായി കഴുകാൻ മറക്കണ്ട. ഇനി ഈ നിറച്ചത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം പകുതി സ്റ്റെപ്പ് കഴിഞ്ഞു. ഇങ്ങനെ ആവി കയറ്റി എടുത്തത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇതിനെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തില് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. അത് നമുക്ക് പിന്നെ വലിയ ജീരകം ചതച്ചത് അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കല്ലുമ്മക്കായ് നിറച്ചത് ഇതിലാണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് കട്ടിയല്ല, എന്നാൽ ഭയങ്കര വെള്ളം പോലെ ആകരുത്, ഈ ഒരു പരുവത്തില്. അപ്പൊ ഇതാ നമ്മുടെ കല്ലുമ്മക്കായ് നിറച്ചത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാനാണ് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മുളകിന്റെ മിക്സിയിൽ നമ്മുടെ ഈ കല്ലുമ്മക്കായ് നന്നായി കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലിട്ട് നന്നായി 2 ഭാഗവും മുരിയിച്ചെടുക്കാം. ഈ ഒരു എരിവും കൂടി ഇതിലേക്ക് ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയാ, കഴിച്ചാലും മതിവരാത്തൊരു ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് ഈ കല്ലുമ്മക്കായ് നിറച്ചത്. എന്നാൽ ചില കടകളിൽ അത്ര ടേസ്റ്റിൽ കിട്ടുകയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇതിന്റെ ആ ഒരു കറക്റ്റ് പരുവത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊരു അപാര ടേസ്റ്റാണ്. അപ്പോൾ 2 ഭാഗവും നന്നായി മൊരിയിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ് നിറച്ചത് ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഐറ്റമാണ്, വെറുതെ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ.